വീട്ടിൽ വെറുതെ വെറുതെ ഒരു വ്ളോഗ് എടുക്കാം. മറ്റേ ആൾ പറഞ്ഞ മാതിരി ലഡാക്ക് പോകാൻ വേണ്ടിയിട്ട് വണ്ടി മേലെ ഇതാ ലഡാക്ക് ഏരിയയിലൊക്കെ കയറ്റി ഫുള്ള് പണിയൊക്കെ എടുത്ത് സെറ്റാക്കിയിട്ട് ഡേറ്റ് ഇപ്പം ഇങ്ങനെ നാട്ടിൽ ലോക്കൽ വെടി കളിക്കുക. അപ്പോൾ തന്നെ അല്ല വയറ് വെടി പൊട്ടിച്ചത് കാശ്മീരിൽ ആൾ കുടുങ്ങിയില്ലേ. പിന്നെ നമുക്കെന്താ പരിപാടി വെച്ചതാ. ഞാനേതായാലും ക്യാമറ ഫോൺ ഇതിന്മേൽ മുണ്ട് കേട്ടെ ഹെൽമെറ്റുമേ എന്നിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ബാബ്സ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈകുന്നേരം ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ചെക്കന്മാരെല്ലാവരും കൂടി ബീച്ചിൽ പോയിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വൈകുന്നേരം ഒരു രസമാണ് അങ്ങനെ എല്ലാവരും കൂടി കുടുംബം ഒന്നിങ്ങനെ പുറത്തൊക്കെ പോയിട്ട് ഒരു ചായയൊക്കെ കുടിക്കുക. ഇതിപ്പോൾ നമ്മളെ നാട്ടുവഴി കേട്ടോ. നമ്മളെ ഇടവഴി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോവാം. രസമല്ലേ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വെറുതെ ബൈക്കായിട്ട് പോകുമ്പോൾ ഒരു ക്യാമറ എടുത്ത് ഇറങ്ങി അത്രയേ ഉള്ളൂ. എന്തായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പോയേക്കാം. നമ്മളെ ജാസിൻ്റെ വീട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഓൾ ഇന്ത്യ റൈഡിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിപ്പോൾ ആകെ ചൊറായിട്ട് കിടക്കുക. നമ്മളെ മറ്റേ പുലിവാല അക്രമമൊക്കെ നടന്നല്ലോ. അപ്പോൾ കാശ്മീരിൽ കുറേ സ്ഥലങ്ങളൊക്കെ അടച്ചിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് നല്ല പ്രഷറാണ്. പുറത്തൊക്കെ പോകുന്നതിന് വൈഫൈയിലും വാപ്പയായി കഴിഞ്ഞാലും ഇങ്ങനെ ലോക്കിട്ട് നിൽക്കുക. എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് സമീപിക്കാൻ. നമ്മളൊക്കെ എത്ര പറഞ്ഞു കഴിഞ്ഞാലും കുടുംബത്തിലെ കുട്ടികളല്ലേ, വീട്ടുകാരനുസരിക്കാതെ ഇറങ്ങാനുള്ളൊരു താല്പര്യമില്ല. അപ്പോൾ അവനൊന്നിങ്ങനെ ചവിട്ടി പിടിക്കുക, എന്താണ് ഭാവി കാര്യങ്ങൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നോക്കട്ടെ. കേട്ടോ അതിനനുസരിച്ചിട്ട് നമ്മൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണം. പിന്നെ ഇതുപോലെ ഞാൻ വെറുതെ ട്രയലടിക്കാൻ ക്യാമറ എടുത്തൊന്ന് ഉറങ്ങിയത് തന്നെ തോന്നിട്ടൊന്ന് ട്രയലടിച്ച് നോക്കാൻ എന്താ നമ്മുടെ ക്യാമറേൻ്റെ കാര്യങ്ങളൊക്കെ വോളിയോ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതേമാതിരി ഇനിയിപ്പോൾ ഏതായാലും ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം തന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ട്രിപ്പൊക്കെ പോയി. പിന്നെ ഏതായാലും പോകുന്ന ട്രിപ്പിലൊക്കെ ഇതേമാതിരി വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ട്രാവൽ വീഡിയോ ആയിട്ട് ചെയ്യാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ. നമ്മളെ ടീം ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവരെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഏകദേശം ഈ ഏരിയയിലൊക്കെ ഉണ്ടാവും. ഇവിടെ ചെക്കന്മാർ കളിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു കളിയൊക്കെ കണ്ടിങ്ങനെ ചോറിയും പറഞ്ഞിരിക്കുന്നുണ്ടാവും. ഇതിരിക്കുന്ന ടീം ഇപ്പം എന്നെ നല്ല വിട്ടും അതൊന്നും നിങ്ങൾ മെയിൻ്റ് ആക്കണ്ട. എന്തായി കഴിഞ്ഞാലും ഇനി നമുക്ക് ഇവിടുത്തെ വൈബ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചെക്കന്മാരെന്തൊക്കെയാണ് പറയുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നെ നല്ല വിട്ടും അത് നിങ്ങൾ മെയിൻ്റ് ആക്കണ്ട കേട്ടോ. അതെ നല്ലേ. അപ്പൊ ഇന്നലെ ചെലവ് മിസ്സായല്ല. അത് ഇന്ന് കൂടുതൽ ഞാൻ പോയിട്ടല്ലേ ഷവായിട്ടില്ല അൽഫാം. കോമഡി ആവുന്നില്ല. എനിക്കെന്താ ക്യാമറ ക്യാമറ എന്തിനാ അയ്യനോ ഇത് ബൈക്ക് മേലെ വീഡിയോ എടുക്കാൻ കുടുംബസംഗമം അതുണ്ട്. നീ വൈകുന്നേരം ഇങ്ങനെ കടപ്പുറത്ത് വന്നിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല അടിപൊളി വ്യൂ കാണാം. ഇന്ന് കുറച്ച് മേഘമൊക്കെ ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ മുകളിലൊക്കെ ഇങ്ങനെ റെഡിഷ് കളറായിട്ട് നല്ല അടിപൊളിയായിരിക്കും. നല്ല രസമാണ്. ആ പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നു. കുറേ ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ കഥകൾ പറഞ്ഞിരിക്കുന്നു. വൈകുന്നേരം ബീച്ചിൽ വന്നു കഴിഞ്ഞാൽ നല്ല വൈബാണ്. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു ഗൈസ്. പിള്ളേർ കളി നിർത്തി. ആകാശത്തിൽ ചന്ദ്രേട്ടൻ വന്നു. അങ്ങനെ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ തിരിച്ചു പോകാം കേട്ടോ. പിന്നെ ഞാൻ വീഡിയോക്ക് മൈക്ക് വേറെ എക്സ്റ്റേണൽ മൈക്കൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ശരിക്കും റണ്ണിങ്ങിൽ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഭയങ്കര നോയ്സായിട്ട്, അതായത് വിൻഡിൻ്റെ സൗണ്ടൊക്കെ അടിച്ചിട്ട് ഞാൻ പിന്നെ വേറെ വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അപ്പം ഇനി മൈക്കെല്ലാം കയ്യിലുണ്ടാവുന്നു. സെറ്റാക്കാണ്ട് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഒരു മൈക്ക് സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമ്മളടുത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. നമ്മുടെ ടീമൊക്കെ ഇതൊക്കെ നമ്മുടെ ഏരിയ തന്നെ കേട്ടോ. എൻ്റെ തറവാട് ഇവിടെയാണ് എടുക്കുന്നത്. നമ്മളെ കെ പള്ളി കെ പള്ളീൻ്റെ പരിസരത്താണ്. അതൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്.
അപ്പോൾ ഇനി നേരെ നമ്മളെ താജിൻ്റെ അവിടെ നമ്മൾ താത്ത ചായ കടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. നേരെ പോയിട്ട് ചായ കുടിക്കുക, അതാണ് പരിപാടി. അതിൻ്റെ മുമ്പ് നമ്മൾ ചന്ദ്രപ്പൻ്റെ കടയിൽ നിന്ന് ചെറിയൊരു സാധനം വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അതും വാങ്ങിച്ചിട്ട് ഇങ്ങനെ നേരെ താജിൻ്റെ മുമ്പിൽ പോവുക, ഒരു ചായയൊക്കെ കുടിക്കുക, വീട്ടിൽ പോവുക, ഒന്ന് മുഖം കാണിച്ചിട്ട് അടുത്ത പരിപാടിക്ക് ഇറങ്ങുക. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ വൈകുന്നേരങ്ങളൊക്കെ. അടിപൊളിയാണ്. ഇതൊക്കെ തന്നെ ജീവിതത്തിലെ ചെറിയ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ചെക്കന്മാരൊക്കെ കൂടെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ഇങ്ങനെ ഓരോ ഇറക്കവും, രാവിലെ മീനിന് പോവുക, വൈകുന്നേരം കളിക്കാൻ പോവുക, ചായ കുടിക്കാൻ പോവുക, ഇതൊക്കെ തന്നെ പരിപാടി. ഇതാണ് നമ്മളെ മെയിൻ മുക്ക്, താജ് സ്ക്വയർ. ഇവിടെ ഒരു പുതിയ ചായക്കടയൊക്കെ തുടങ്ങിയിട്ട് നല്ല അടിപൊളി ചായയും കടിയും കിട്ടും. അപ്പം താല്പര്യമുള്ളവരൊക്കെ വരെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായി കഴിഞ്ഞാൽ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും അഭിപ്രായം പറയട്ടോ. താങ്ക് യു, ബൈ ബൈ.